തലയുടെ മുകളിൽ കൂടെ പാഞ്ഞു പോയത് റോക്കറ്റ് എന്താണെന്ന് തിരിച്ചറിയാതെ പൂച്ചമ്മ ഞെട്ടിത്തെറിച്ച് ഇടവം വരെ നോക്കി നിൽക്കുന്ന വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അംബാനെ ഞാൻ ശ്രദ്ധിച്ചത്. അവൻ്റെ കണ്ണുകൾ തീക്ഷ്ണമായി എന്തിലോ ഉടക്കിയിരിക്കുകയാണ്. അതെ, അവൻ ഹണ്ടിങ് മോഡ് ആക്കി വരച്ചിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് ആരാണ് ഇരയെന്ന് മാത്രം. അതെ, കുട്ടപ്പായയുടെ പുതിയ കൂട്ടുകാരൻ കൊക്കച്ചൻ. കൊക്കച്ചൻ്റെ അന്ത്യനാളുകൾ ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അംബാനെ അക്ഷരം തെറ്റാതെ ക്രൂരൻ എന്ന് വിളിക്കാൻ നമുക്ക് തോന്നുമെന്നുണ്ടെങ്കിലും പ്രകൃതിയുടെ നിയമം അങ്ങനെയാണ് സുഹൃത്തുക്കളെ. ഇവിടെ കരുണയില്ല. ആകാര ശൃംഖലയുടെ ഒരു ഭാഗമാണ് അംബാനും കൊക്കച്ചനും ഒക്കെ. നമ്മൾ വെറും കാഴ്ചക്കാർ മാത്രം. നമ്മൾ ഈ സീനിലില്ല, കണ്ടാൽ മതി. എടാ, ഇങ്ങനെ പല കമൻട്രിയും പറയും, ഇത് കേട്ടോ നീ തിളയ്ക്കാൻ നിൽക്കില്ല, പറ്റത്ത് മണിക്ക് പോ, നിന്നെ നാറ്റിക്ക് വന്ന് പപ്പി വന്നു ആണ് നീ പടാ എന്ന് അംബാൻ ഒരു മറുപടിയും കൊടുത്തു. എന്തായാലും പക്ഷി ശൃംഖലയുടെ ബാക്ക് ദൃശ്യം നമുക്ക് കാണാം. അംബാൻ അറിയാതെ തന്നെ ഒരു കരിമ്പുലിയായി മാറിക്കഴിഞ്ഞിരുന്നു. തൻ്റെ മൂത്താപ്പ കരിമ്പുലിയെ അനുസ്മരിപ്പിക്കുന്നതും അവൻ പള്ളിക്കിടയിൽ അമർന്നു കിടന്ന് തൻ്റെ ഇരയെ ലക്ഷ്യമാക്കി നുഴഞ്ഞുകൊണ്ടേയിരുന്നു. ഇതിനിടയ്ക്ക് പിള്ളേരെ വന്ന് തോണ്ടി വിളിക്കുക. അവന്മാർക്ക് അതിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല കേട്ടോ. മൂത്തമ്മാൻ്റെ നടുവിന് എന്നാ പറ്റി, ചേട്ടാ കല്ല് വർക്ക് വല്ല എറിഞ്ഞു, ഇതന്നെ നിലത്ത് കിടന്ന് പൊളയുന്നതൊക്കെ അമ്മമാർ ചോദിക്കുന്നത്. വാ വീട്ടിൽ പോകാൻ, ട്രീറ്റ് എടുത്താൽ തിന്നാന്നാണ് പറയുന്നത്. അമ്മമാർക്ക് കുക്കും വേണ്ട, പാറ്റയും വേണ്ട. ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം ജങ്ക് ഫുഡാണ് ഇഷ്ടം. ബാക്ക് ടു ദ ഹണ്ടിങ് ഗ്രൗണ്ട്. ഏതാനും അടി അകലത്തിൽ മാത്രം അംബാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കൊക്കച്ചൻ ഇതൊന്നും അറിയാണ്ട് വിട്ടിനെയും പുളിച്ചാടിയും പിടിച്ച് മിണിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ ലക്ഷ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നതിനാൽ അംബാന് ടാർഗറ്റ് ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കൊക്കച്ചൻ കറങ്ങിത്തിരിഞ്ഞ് കുട്ടപ്പാഴ അടുത്ത് നിന്ന് നിന്നു. അംബാൻ അടുത്ത ചാട്ടത്തിൽ കൊക്കച്ചൻ്റെ തല അംബാൻ്റെ വായിലിരിക്കും എന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അംബാൻ്റെ ലക്ഷ്യമൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ കുട്ടപ്പായുടെ ജീവന് തന്നെ അത് ആപത്താവും. ക്യൂറോസിറ്റി നിറഞ്ഞ നിമിഷങ്ങൾ. അംബാൻ എങ്ങനെ ഒറ്റച്ചാട്ടത്തിൽ കൊക്കച്ചനെ പിടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആ ഫ്രെയിമിലോട്ട് പൂച്ചമ്മ ഒരാവശ്യമില്ലാണ്ട് കയറുക. അമ്മച്ചി നോക്കിയപ്പോൾ അമ്പാൻ പമ്മി കിടക്കുക. ദൂരെ നോക്കിയപ്പോൾ എന്നാ കണ്ണാടി എടുത്തിട്ടില്ലായിരുന്നു തോന്നുന്നു. വേറെ എന്തോ സാധനം പള്ളക്കത്തനങ്ങ ഒറ്റച്ചാട്ടത്തിന് പിടിക്കാൻ നേരിയ അമ്പാൻ ലക്ഷ്യമായിട്ട് പൂച്ചമ്മ. ഈ ബഹളം കണ്ടിട്ട് കൊക്ക കൂക്കിൻ്റെ വഴിക്ക് പറന്നുപോയി. അമ്പാൻ ചമ്മിയോ. പൂച്ചമ്മ കാണാൻ അയ്യടാന്നായിപ്പോയി. ഇത് കണ്ട് പപ്പിക്കൊട്ട മണ്ണ് കപ്പിച്ചിരിക്കുക. പൂച്ചമ്മ എപ്പോഴാണ് തിരിഞ്ഞു നോക്കിയത്. ക്യാമറയായിട്ട് ഞാൻ ചമ്മീന്ന് ഉറപ്പിച്ചു. പൂച്ചമ്മ എന്നിട്ട് പാവം അമ്പാൻ്റെ ക്രിക്കറ്റ് ഒരു തോണ്ട് കൊടുത്തിട്ട് ചോദിക്കുക, ഇങ്ങനെയാണോടാ നിന്നെ കൊക്കനെ പഠിപ്പിക്കാൻ പഠിപ്പിച്ചെന്ന്. അമ്പാൻ എന്നാ ചെയ്യുന്നത്? കുഞ്ഞമ്പാൻ വന്നിട്ട് ചോദിക്കുക, വലിയേട്ടായി കൊക്കപ്പിടുത്തം കഴിഞ്ഞെങ്കിൽ വീട്ടിൽ പോയി പെഡിഗ്രി തിന്നാം. കുത്തിയിരുന്ന് ബാക്കിയുള്ളവരെ കൂര ഒടിഞ്ഞു വന്നതല്ലേ, അകത്തോട്ടൊന്നും പോയില്ലെങ്കിലും അകത്തുള്ള പുറത്ത് കളഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്പാൻ അവിടെ കുത്തിയിരുന്നു. വീണ്ടും കാണാം. ടാറ്റ. Goodbye.